നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2026 മാർച്ചിൽ പരീക്ഷ എഴുതുന്ന പത്താം തരം കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഗ്രേസ് മാർക്ക് വിവിധ ഇനങ്ങളിൽ ലഭിക്കുന്ന ഗ്രേസ് മാർക്കുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. SSLC കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും അപ്പപ്പോ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല, +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് SSLC പരീക്ഷ 2026 എഴുതി വാല്യുവേഷൻ സംബന്ധമായ വിവരങ്ങൾ, റിസൾട്ട് സംബന്ധമായ വിവരങ്ങൾ, +1 അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ എല്ലാം ഈ ചാനലിലൂടെ ചെയ്യാറുള്ളതാണ് സ്ഥിരമായിട്ട്. ആധികാരികമായ വിവരങ്ങളും മാത്രമാണ്, കൃത്യവും ആധികാരികവുമായിട്ടുള്ള വിവരങ്ങളും മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്ന ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നമുക്ക് ഈ ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സംസ്ഥാന തലത്തിൽ കലോത്സവം, ശാസ്ത്രോത്സവം എന്നിവയിൽ ഉയർന്ന ഗ്രേഡ് ലഭിച്ചവർ, ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ സംസ്ഥാന തലത്തിൽ ഒരു ഉദാഹരണമാണ് പറയുന്നത്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ നമുക്കറിയാം, സംസ്ഥാന തലത്തിൽ ഗ്രേഡുകൾ ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഗ്രേസ് മാർക്ക് ഉള്ളത്. ജില്ലാതല മത്സരങ്ങളിൽ ഗ്രേഡ് ലഭിക്കുകയോ സ്ഥാനം ലഭിക്കുകയോ ചെയ്യുന്നവർക്ക് ഗ്രേസ് മാർക്ക് ഇല്ല. സംസ്ഥാന തലങ്ങളിൽ പങ്കെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേഡുകൾ കിട്ടുന്നവർക്ക് മാത്രമാണ് സാധാരണഗതിയിൽ ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സംസ്ഥാന തലത്തിൽ ഒരു ഗ്രേഡ് കിട്ടി എങ്കിൽ ആ കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ ജില്ലയിൽ അതേ ഇനത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് വാങ്ങിയിരിക്കണം. അതാണ് ഒരു കണ്ടീഷൻ. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ സംസ്ഥാന തലത്തിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ഗ്രേഡ് കിട്ടിയാൽ 10ാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് സംസ്ഥാന തലത്തിൽ ഗ്രേഡ് കിട്ടണമെന്നില്ല. മറിച്ച് ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് അതേ ഇനത്തിൽ ജില്ലാ തലത്തിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാവണം. ഇനി അതാണ് കലോത്സവവും ശാസ്ത്രോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. ഇനി അത് സ്പോർട്സിലാണെങ്കിൽ 10ാം ക്ലാസ്സിൽ 8ലാണ് സംസ്ഥാനത്ത് സ്ഥാനം കിട്ടിയതെങ്കിൽ, ഒരു സ്പോർട്സ് മത്സരത്തിൽ 8ാം ക്ലാസ്സിൽ വെച്ച് ഒരു കുട്ടിക്ക് സംസ്ഥാന തലത്തിൽ ഒരു സ്ഥാനം കിട്ടി. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ 8 സ്ഥാനങ്ങൾ വരെ, ആദ്യത്തെ 8 സ്ഥാനങ്ങൾ വരെയുള്ള കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പോർട്സിൽ 8ാം ക്ലാസ്സിൽ സംസ്ഥാന തലത്തിൽ ഒരു സ്ഥാനം കിട്ടി എങ്കിൽ 9ലും 10ലും സംസ്ഥാന തലത്ത് കിട്ടണമെന്നില്ല. പക്ഷെ 9ലും 10ലും ജില്ലാ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം, ജില്ലയിൽ ആ കുട്ടി പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി 9ാം ക്ലാസ്സിൽ മാത്രം ആ കുട്ടിക്ക് സംസ്ഥാന തലത്തിൽ കിട്ടിയെന്ന് വിചാരിക്കാം. 9ാം തരത്തിൽ പഠിക്കുന്ന സമയത്ത് സംസ്ഥാന തലത്തിൽ ഒരു സ്ഥാനം കിട്ടി എങ്കിൽ ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്തിരിക്കണം. സംസ്ഥാന തലത്തിൽ 10ാം ക്ലാസ്സിൽ വേണമെന്നില്ല, ജില്ലാ മത്സരത്തിൽ പങ്കെടുത്തിരിക്കണം. അതാണ് സ്പോർട്സിനെ സംബന്ധിക്കുന്ന ചില വ്യവസ്ഥകൾ. ഇനി ഗ്രേസ് മാർക്ക് ഒരിക്കൽ നൽകിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞാൽ +1 അഡ്മിഷൻ സമയത്ത് വീണ്ടും ആ കുട്ടിക്ക് ബോണസ് മാർക്ക് നൽകാറില്ല. അത് 2 വർഷമായിട്ട് വന്ന ഒരു സംഭവമാണ്. മുൻകാലങ്ങളിൽ ഗ്രേസ് മാർക്കും കൊടുക്കും, +1 അഡ്മിഷനും ബോണസ് മാർക്കും കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. SSLC പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് +1 അഡ്മിഷൻ സമയത്ത് ബോണസ് മാർക്ക് കൊടുക്കില്ല. ഇപ്പൊ നമുക്കറിയാം, ഈ SSLC സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും ഐറ്റത്തിൽ, അല്ല പഠിച്ചിട്ടും മാത്രമാണോ നമ്മൾ ഈ മാർക്ക് വാങ്ങിയത് എന്നറിയാൻ വേണ്ടി ഈ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വാചകം ഉണ്ടാവും ആ സർട്ടിഫിക്കറ്റിൽ.
ഗ്രേസ് മാർക്ക് അവാർഡഡ്. ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന സെന്റൻസ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഗ്രേഡുകളൊക്കെ തന്നെ ഗ്രേസ് മാർക്ക് കൂടി കൂട്ടിയിട്ടാണ്. ഇനി ചില കുട്ടികൾ ഫുൾ A+ കിട്ടും, ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു കുട്ടിക്ക്, പക്ഷെ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടില്ല. ഗ്രേസ് മാർക്ക് ആവശ്യമായി വരാതെ തന്നെ 90% മാർക്കിന് മുകളിൽ കിട്ടിയാൽ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പൂർണ്ണമായും അക്കാദമിക പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് ഈ ഫുൾ A+ കിട്ടിയത്, ഏത് ഗ്രേഡായാലും ശരി. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ഒരിക്കൽ ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റിൽ കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് +1 അഡ്മിഷന് ഈ നമ്മളുടെ ഐറ്റത്തിൻ്റെ ബോണസ് മാർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം രണ്ടിടത്തും കൂടി കൊടുക്കില്ല. ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ SLCക്ക് ആവശ്യമായി വന്നില്ല എങ്കിൽ +1 നമുക്ക് അത് ബോണസ് മാർക്കായിട്ട് പരിഗണിക്കും. ഇനി ഒന്നിൽ കൂടുതൽ ഇനങ്ങളിൽ ഒരു കുട്ടി പങ്കെടുത്താൽ, അങ്ങനെ പങ്കെടുക്കുമല്ലോ, അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഏതിലാണോ കൂടുതൽ മാർക്ക് കിട്ടിയത് അതാണ് പരിഗണിക്കുക. ഇപ്പം നമുക്കറിയാം, പിന്നെ ഒരു കുട്ടി നമ്മുടെ ജൂനിയർ റെഡ് ക്രോസിലുള്ള കുട്ടിയാണ്. ജൂനിയർ റെഡ് ക്രോസിലുള്ള കുട്ടിയാണ് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് JRC എന്ന് പറയുന്ന ജൂനിയർ റെഡ് ക്രോസിൽ പങ്കാളിത്തമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ശരിക്കും ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. എന്നാൽ ആ കുട്ടി സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ പങ്കെടുത്തു, 2ാം സ്ഥാനം കിട്ടി. സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ പങ്കെടുത്ത് 2ാം സ്ഥാനം കിട്ടി. ആ മത്സരത്തിൽ പങ്കെടുത്ത് 1, 2, 3 സ്ഥാനം കിട്ടിയ കുട്ടികൾക്ക് 22 മാർക്കാണ് ഗ്രേസ് മാർക്ക്. അപ്പോൾ JRCയിൽ 10 ഉണ്ട്, ഈ സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ 22 ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ കുട്ടിക്ക് 22 മാർക്കിന് അർഹതയുണ്ട്. ഏറ്റവും കൂടിയത് ഏതാണോ അത് മാർക്ക് മാത്രം പരിഗണിക്കും. എന്നാൽ ഇത് രണ്ടും കൂടി 10ഉം 22ഉം കൂട്ടി 32 മാർക്ക് കൊടുക്കില്ല. ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ മാത്രം, അതായത് അതിൽ ഏറ്റവും കൂടിയത് ഏതാണോ അതാണ് പരിഗണിക്കുക. ഇനി ഫസ്റ്റ് ചാൻസിൽ വിജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടാത്ത ഒരു കുട്ടി, അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആ കുട്ടികൾക്ക് സെക്കൻഡ് ചാൻസിൽ വിജയിക്കാൻ മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഗ്രേസ് മാർക്ക് കൂടെ കൂട്ടുമ്പോൾ വിജയിക്കാനുള്ള മാർക്ക് കിട്ടിയാൽ 2ാം ചാൻസിലാണെങ്കിലും ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതാണ്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ നമുക്ക് ഗ്രേസ് മാർക്ക് ഇനി ഓരോ ഐറ്റത്തിലും ഗ്രേസ് മാർക്ക് ഏതാണ് എന്ന് പരിശോധിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഞാൻ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള, ഏറ്റവും കൂടുതൽ ഇനങ്ങളിൽ കുട്ടികൾ ഉള്ള ഇനങ്ങളാണ് ആദ്യം തന്നെ കാണിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. നമുക്കറിയാം, സ്കൂളുകളിലുള്ള SPC എന്ന് പറയുന്ന വിഭാഗം. ആ SPCയിലെ അംഗമായിരിക്കുന്ന കുട്ടിക്ക് 20 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് നൽകുക. രണ്ടാമത് ജൂനിയർ റെഡ് ക്രോസ്, JRC എന്ന് പറയും. ആ JRCക്ക് 10 മാർക്കാണ് ഗ്രേസ് മാർക്ക് നൽകുക. ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ്. ഒരുപാട് കുട്ടികൾ, മിക്കവാറും എല്ലാ സ്കൂളുകളിലും തന്നെ ഉള്ള ഒന്നാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ആ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സാധാരണ എല്ലാ കുട്ടികൾക്കും 18 മാർക്കാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ തന്നെ 18 മാർക്കാണ് കിട്ടുക. ആ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടികളൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്ന കേഡറ്റുകൾക്ക്. എന്നാൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ രാജ്യപുരസ്കാർ അവാർഡ് കിട്ടിയ കുട്ടികൾക്ക് 20 മാർക്ക് കിട്ടും. രാജ്യപുരസ്കാർ എന്ന് പറയുന്നത് അതിന് പ്രത്യേക പരീക്ഷയൊക്കെ ഉണ്ട്. ഈ സാധാരണ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ലേശം അപ്ഗ്രേഡ് ആയിട്ടുള്ള, ഗ്രേഡ് കൂടിയതാണ് രാജ്യപുരസ്കാർ. പരീക്ഷ പാസ്സാകണം. അതൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് 20 മാർക്കുണ്ട്. എന്നാൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രാഷ്ട്രപതി, അതും മറ്റൊരു എക്സാം ഒക്കെ എഴുതി ലഭിക്കുന്നതാണ് രാഷ്ട്രപതി. ആ രാഷ്ട്രപതി ഇതാണ് കിട്ടിയതെങ്കിൽ 25 മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. ഇനി അടുത്തത് ലിറ്റിൽ കൈറ്റ്സ് ആണ്. ലിറ്റിൽ കൈറ്റ്സ് നമുക്കറിയാം IT-യുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. അത് ഒരു സംസ്ഥാന തലത്തിൽ അഭിരുചി പരീക്ഷ നടത്തിയിട്ടാണ് ഈ ലിറ്റിൽ കൈറ്റ്സിലേക്ക് കുട്ടികളെ എടുക്കുന്നത്. സ്കൂളുകളിൽ എത്ര സിസ്റ്റം ലാപ്ടോപ്പുകൾ ഉണ്ട്
എന്നതിനെ ആശ്രയിച്ചിട്ടാണ് കുട്ടികളുടെ എണ്ണം നിജപ്പെടുത്തുന്നത്. സാധാരണഗതിയിൽ ഒരു സ്കൂളിൽ 20 മുതൽ 40 വരെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അത് വിവിധ ലിറ്റിൽ കൈറ്റ്സിലുള്ള വിവിധ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഹാജറുണ്ട്, പിന്നെ കോച്ചിങ് ക്യാമ്പുകളുണ്ട്, പിന്നെ സബ് ജില്ലാ തലത്തിൽ ക്യാമ്പുകളുണ്ട്. അത്തരത്തിൽ എല്ലാ ക്യാമ്പുകളിലൊക്കെ വിജയകരമായി പങ്കെടുത്ത് പൂർത്തീകരിച്ച കുട്ടികൾക്ക് ആണ് എ ഗ്രേഡ് കിട്ടുക. അപ്പോൾ എല്ലാം വിജയകരമായി പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് എല്ലാം തന്നെ എ ഗ്രേഡ് കിട്ടും. ആ എ ഗ്രേഡ് കിട്ടിയാൽ മാത്രമേ ലിറ്റിൽ കൈറ്റ്സിൽ മാർക്കുള്ളൂ, ഗ്രേസ് മാർക്കുള്ളൂ. അത് 15 മാർക്കാണ്. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൽ അംഗം ആണ് എന്നതുകൊണ്ട്, ലിറ്റിൽ കൈറ്റ്സിൽ അംഗമാണ്, യാതൊരു പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടില്ല, യാതൊരു ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടില്ല എങ്കിൽ അത് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് എ ഗ്രേഡ് സാധാരണഗതിയിൽ എല്ലാത്തിലും പങ്കെടുത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എ ഗ്രേഡ് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് 15 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും. ഇനി സാധാരണ NCC കേഡറ്റുകൾ, NCC ആണ് അടുത്തത്. NCC കേഡറ്റുകൾക്ക് 75% അറ്റൻഡൻസ് പരേഡുകളിലൊക്കെ തന്നെയും 75%-ഓളം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് 20 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും. ഇനി NCC കേഡറ്റുകൾ തന്നെ റിപ്പബ്ലിക് ദിന പരേഡുകളിൽ പങ്കെടുത്ത കുട്ടികളാണെങ്കിൽ, അത് ബെസ്റ്റ് കേഡറ്റ്സ് ഒക്കെയാണ് അങ്ങനെ പങ്കെടുക്കാറുള്ളത്. എല്ലാവർക്കും ഒരു കിട്ടുന്ന അവസരം ഈ റിപ്പബ്ലിക് ദിന പരേഡുകളിൽ നിന്നും പങ്കെടുക്കാൻ അവസരം ലഭിക്കാറില്ല. അപ്പോൾ അത്തരം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 40 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും. ഇനി NCCയുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പിൽ NCC കേഡറ്റുകൾ പങ്കെടുത്തിട്ടുള്ള NCC കേഡറ്റുകളാണെങ്കിൽ അവർക്ക് 30 മാർക്ക് കിട്ടും. ഓർമ്മിക്കുക, NCCക്ക് 20 ഉണ്ട്, റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തവർക്ക് 40 ഉണ്ട്. ഈ രണ്ടിലും ഉള്ള ആളാണെങ്കിൽ NCCയുടെ സാധാരണ മാർക്കും കിട്ടൂല, NCC പരേഡിന് 20, 40, 20, 60 കിട്ടില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഏതിലാണോ കൂടുതൽ മാർക്ക് ഉള്ളത് അതുമാത്രമേ പരിഗണിക്കൂ. 2 ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന സിസ്റ്റം ഇല്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി കേരള സ്കൂൾ കലോത്സവം, പിന്നെ ശാസ്ത്രോത്സവം, സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, സംസ്ഥാനതല CV രാമൻ ഉപന്യാസ മത്സരം, സംസ്ഥാനതല ബാലശാസ്ത്ര കോൺഗ്രസ്, ഇത്രയും ഇനങ്ങളിൽ, അതായത് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സ്കൂൾ കലോത്സവം, കേരള സ്കൂൾ ശാസ്ത്രോത്സവം, സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, സംസ്ഥാനതല CV രാമൻ essay കോമ്പറ്റീഷൻ, സംസ്ഥാനതല ബാലശാസ്ത്ര കോൺഗ്രസ് എന്നീ ഇനങ്ങളിൽ പങ്കെടുത്ത് എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 20 മാർക്കും, ബി ഗ്രേഡ് ആണെങ്കിൽ 15 മാർക്കും, സി ഗ്രേഡ് ആണെങ്കിൽ 10 മാർക്കുമാണ് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്നത്. ഈ ഇനങ്ങളെല്ലാം തന്നെ സംസ്ഥാന തലം എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മിച്ചിരിക്കണം. ജില്ലാതല മത്സരങ്ങളിൽ വിജയമായതുകൊണ്ട് ഗ്രേസ് മാർക്ക് കിട്ടില്ല. അടുത്തത് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമാണ്. ഈ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം എല്ലാ സ്കൂളുകളിലും ഇല്ലാത്ത ഒന്നാണ്. സാധാരണഗതിയിൽ 3 വർഷത്തെ സ്കൂൾ തല പ്രവർത്തനങ്ങൾ വിജയകരമായി തുടർച്ചയായി പങ്കെടുത്തവരായിരിക്കണം. ആ സ്കൂൾ തല പ്രവർത്തനങ്ങളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ വിജയകരമായി പങ്കെടുത്ത കുട്ടികൾ, അവർക്ക് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്. അങ്ങനെയെങ്കിൽ അവർക്ക് 25 മാർക്ക് എ ഗ്രേഡിന്, ബി ഗ്രേഡിന് 15 മാർക്ക്, സി ഗ്രേഡിന് 10 മാർക്കും ലഭിക്കുന്നതാണ്. അടുത്തത് കായിക മത്സരങ്ങളെ പറ്റിയ സ്പോർട്സ് ആണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സ്പോർട്സ് മത്സരങ്ങളിൽ ആദ്യത്തെ 8 സ്ഥാനങ്ങൾക്കാണ് ഗ്രേസ് മാർക്ക്. ആദ്യത്തെ സ്ഥാനം, അവിടെ നമുക്കറിയാം സ്പോർട്സിൽ ഗ്രേഡ് അല്ല, എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്നല്ല, മറിച്ച് 1ാം സ്ഥാനമാണ്. അപ്പോൾ 1 മുതൽ 8 വരെ സ്ഥാനങ്ങളിൽ ലഭിച്ച കുട്ടികൾ, 1ാം സ്ഥാനമാണെങ്കിൽ 20 മാർക്ക്, 2ാം സ്ഥാനം 17 മാർക്ക്, 3ാം സ്ഥാനം 14 മാർക്ക്, 4ാം സ്ഥാനം 10 മാർക്ക്, 5ാം സ്ഥാനം 8 മാർക്ക്, 6ാം സ്ഥാനം 6 മാർക്ക്, 7ാം സ്ഥാനത്ത് 4 മാർക്ക്, 8ാം സ്ഥാനമാണ് കിട്ടിയതെങ്കിൽ 2 മാർക്ക്. അപ്പം അത് എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മികച്ച പിന്നെ കായികപരമായിട്ട് മികച്ച ഒരു അത്ലറ്റോ സ്പോർട്സ്മാനോ ആയിരിക്കും തീർച്ചയായിട്ടും സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ 8 സ്ഥാനങ്ങൾ വരെ ലഭിക്കുന്നവർക്ക് ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സംസ്ഥാന തല മത്സരത്തിലാണ് എന്ന് നമ്മൾ
ഓർമ്മിക്കുക. ഓക്കെ. അടുത്തത് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലാതെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച കായിക മത്സരങ്ങളുണ്ട്. ആ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള കായിക മത്സരങ്ങളിലാണ് പങ്കെടുത്തിട്ട് 1 മുതൽ 4 വരെ സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഇല്ല. 1-ാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിൽ 8 സ്ഥാനങ്ങളിൽ കൊടുക്കുന്നില്ല. 1-ാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിൽ 20 മാർക്ക്, 2-ാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിൽ 17 മാർക്ക്, 3-ാം സ്ഥാനത്തിന് 14 മാർക്ക്, 4-ാം സ്ഥാനത്തിന് 10 മാർക്ക്. ഈ 4 സ്ഥാനങ്ങൾക്ക് മാത്രമേ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച കായിക മത്സരങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് സംസ്ഥാനതല ശ്രീനിവാസ രാമാനുജൻ പേപ്പർ പ്രസന്റേഷൻ, സംസ്ഥാനതല വാർത്താ വായന, സംസ്ഥാനതല ഭാസ്കരാചാര്യ സെമിനാർ, സംസ്ഥാനതല ടാലന്റ് സെർച്ച് 1, 2, 3 സ്ഥാനം. അപ്പോൾ ഈ സ്ഥാനങ്ങളിലുള്ളവർക്ക് ഇതിൽ സ്ഥാനമാണ് നമുക്കറിയാം. വാർത്താ വായന ഗ്രേഡ് അല്ല, അതിനൊന്നും കൊടുക്കുക. 1, 2, 3 സ്ഥാനമാണ്. 1-ാം സ്ഥാനമാണ് ഇതിലെല്ലാത്തിലും. ഇത് കോമൺ ആയിട്ട് പറയുകയാണ്. കിട്ടുന്നുണ്ടെങ്കിൽ 1-ാം സ്ഥാനത്തിന് 20 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും, 2-ാം സ്ഥാനത്തിന് 17 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും, 3-ാം സ്ഥാനത്തിന് 14 മാർക്കും ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്നതാണ്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ സ്പെഷ്യൽ സ്കൂളുകൾ നമുക്കറിയാം. അങ്ങനെയുള്ള കുട്ടികൾ, സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള മത്സരങ്ങളിൽ ABC ഗ്രേഡുകൾ, കലോത്സവം എപ്പോഴും ഗ്രേഡുകളാണ്. ആ ഗ്രേഡ് കിട്ടുന്നവർക്ക്, സംസ്ഥാന തലമാണെന്ന് നമ്മൾ പറയേണ്ടതില്ല, കിട്ടുന്നവർക്ക് A ഗ്രേഡാണ് കിട്ടിയതെങ്കിൽ ഏത് ഐറ്റത്തിലും A ഗ്രേഡാണ് കിട്ടിയതെങ്കിൽ 25 മാർക്ക്, B ഗ്രേഡ് 20 മാർക്ക്, C ഗ്രേഡ് 15 മാർക്കും ലഭിക്കും. അടുത്തത് ബാലശ്രീ അവാർഡ് വിജയിയാണെങ്കിൽ ആ കുട്ടിക്ക് 15 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും. അടുത്തത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സൊസൈറ്റി ക്വിസ് മത്സരം സ്ഥിരമായിട്ട് അവർ നടത്തുന്നതാണ്. ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ക്വിസ് മത്സരങ്ങളിൽ ടീമാണ് പങ്കെടുക്കുന്നത്. ആ ടീം പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടുന്ന ടീമിന് 5 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. സെക്കൻഡ് കിട്ടുന്ന സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് കിട്ടുന്ന ടീമിന് 5 മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ടീമിൽ എത്ര കുട്ടികളുണ്ട് ആ ഓരോ കുട്ടിക്കും 5 മാർക്ക് വീതം കിട്ടും. സെക്കൻഡ് ടീമിന് 3 മാർക്ക് ഗ്രേസ് കിട്ടും. സെക്കൻഡ് ടീം എന്ന് പറയുമ്പോൾ അതിൽ ആ സെക്കൻഡ് കിട്ടിയ ടീമിൽപ്പെട്ട ഓരോ കുട്ടിക്കും 3 മാർക്ക് വീതം ഗ്രേസ് മാർക്ക് ലഭിക്കും. അടുത്തത് സർഗോത്സവമാണ്. സർഗോത്സവം ടീമായിട്ടാണ്. അതിന് A ഗ്രേഡ് കിട്ടിയാൽ 15 മാർക്ക്, B ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്ക്. നെക്സ്റ്റ് സതേൺ ഇന്ത്യ സയൻസ് ഫെയർ ആണ്. സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങൾക്ക് 22 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. അപ്പോൾ അതിൽ 1-ാം സ്ഥാനത്തിനും 2-ാം സ്ഥാനത്തിനെയും 3-ാം സ്ഥാനത്തിനെയും തുല്യമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. നമുക്കറിയാം സതേൺ ഇന്ത്യ സയൻസ് ഫെയറിലേക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ആ മത്സരത്തിൽ 1, 2, 3 കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അർഹതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ മാർക്ക് ഡിവൈഡ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും 1ഉം 2ഉം ആദ്യ 3 സ്ഥാനങ്ങൾക്കും 22 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കൊടുക്കുന്നത്. അടുത്തത് സ്പോർട്സ് അന്തർദേശീയ മത്സരങ്ങളാണ്. നമുക്കറിയാം അന്തർദേശീയ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകണം, രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളാണ്. അവിടെ അന്തർദേശീയമാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും പുറത്തേക്കുള്ള മത്സരങ്ങളാണെങ്കിൽ 100 മാർക്ക്, 90 മാർക്ക്, 80 മാർക്ക് 1, 2, 3 സ്ഥാനങ്ങൾക്ക് കിട്ടും. അതിൽ പങ്കെടുത്തവരാണെങ്കിൽ 70 അന്തർദേശീയ മത്സരത്തിലും പങ്കെടുത്തു എന്നാൽ സ്ഥാനമൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും അവർക്ക് 75 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും. ഇനി നമ്മുടെ ദേശീയ മത്സരങ്ങളിലാണ് പങ്കെടുത്തതെങ്കിൽ ദേശീയ മത്സരം എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ ഇപ്പം നമ്മൾ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഒരു മത്സരമാണ് ദേശീയ മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ട് ഒരു കുട്ടി പങ്കെടുത്ത് ആ കുട്ടിക്ക് 1-ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും. 2-ാം സ്ഥാനമാണ് ലഭിക്കുന്നതെങ്കിൽ 45 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുക. 3-ാം സ്ഥാനം 40 മാർക്ക് കിട്ടും. എന്നാൽ ദേശീയ മത്സരങ്ങളിൽ സ്ഥാനമൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 35 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗ്രേസ് മാർക്ക് എല്ലാ വിഭാഗം കുട്ടികളെ പറ്റിയുമുള്ള ഗ്രേസ് മാർക്കിന്റെ വിവരണമാണ് ഞാനിവിടെ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലാണ് നമ്മൾ 2026
SSLC പരീക്ഷയിൽ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത്. ഇതിൽ എന്തെങ്കിലും ഭേദഗതികൾ വരാനുള്ള സാധ്യത ഇനിയും ചെറിയ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. മിക്കവാറും ഇത് തന്നെയായിരിക്കും അവസാന തലത്തിൽ. നമ്മൾ ഏകദേശം ഒരു മാർച്ച് മാസം ഏപ്രിലൊക്കെ ആകുമ്പോൾ ചില ഭേദഗതികൾ ചിലപ്പോൾ വരാറുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പിന്നെ ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 99% ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല എന്ന കാര്യം ഞാനിവിടെ പറയുകയാണ്. ഈ പിന്നെ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പിന്നെ പൊതുസമുദായം അറിയേണ്ടവർക്കൊക്കെ അറിയാലോ എല്ലാ കാര്യങ്ങളും. ഒരുപാട് കുട്ടികൾക്ക് ഇക്കാര്യത്തിലൊക്കെ സംശയമുണ്ട്. എന്നെ തന്നെ വിളിക്കാറുണ്ട് പലരും. ഇപ്പം ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡിലുള്ള കുട്ടിയാണ്, അത് എത്രയാണ് എനിക്ക് ഗ്രേസ് മാർക്ക് കിട്ടുക എന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ആ താല്പര്യം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ഞാൻ ഇട്ടത്. നിങ്ങൾക്കിത് സഹായകരമായിരിക്കും. എന്നെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.